ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ചുമയും കഫക്കെട്ടും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ട്, പനിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക ചെയ്യാം. പിന്നെ ഇതൊരു 2 ദിവസം കുടിച്ചാൽ മതിയിട്ട് നമ്മുടെ കഫക്കെട്ടും ചുമയൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അതേപോലെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് എല്ലാവർക്കും ചുമയാണ്. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കി നോക്കണേ. അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് രാവിലെ ഒരു 3 നേരം ഇത് അരയിച്ച ഗ്ലാസ് കുടിച്ചാൽ മതി. രാത്രി കിടക്കുന്ന സമയത്ത് നിർബന്ധമായി കുടിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഉണ്ടാകുന്ന ചുമ എന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ നേരം വെളുക്കോളം നമുക്ക് സുഖമായി കിടന്നുറങ്ങാൻ പറ്റും. ചുമ വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ 3 കപ്പ് വെള്ളം നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല കൃഷ്ണ തുളസിയുടെ ഇലയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അതൊരു പിടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കൃഷ്ണ തുളസി തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ പനിക്കൂർക്കുണ്ടല്ലോ, അതൊരു 5 ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ആടലോടകത്തിൻ്റെ ഇലയാണ് കേട്ടോ. ചെറിയ ആടലോടകത്തിൻ്റെ ഇലയാണ് ഇത്. അധികം വീട്ടുകളിൽ ഉണ്ടാവും. എന്തായാലും ഇത് നിർബന്ധമായിട്ട് ഇടാം കേട്ടോ. ഇത് നമുക്ക് കഫക്കെട്ടൊക്കെ മാറി കിട്ടാൻ ഇത് നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് പിച്ചിട്ട് എടുക്കാം. ഞാനൊരു 5 ഇലയാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് ഇവിടെ അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഒരു ഉരലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ചുക്കാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.25 ടീസ്പൂൺ കുരുമുളകാണ്. കുട്ടികൾക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് കമ്മിയാക്കിക്കോളി. പിന്നെ അതിലേക്ക് 1.25 ടീസ്പൂണ് ചെറിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ കുരുമുളകും ജീരകമൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ആ ചങ്കിലേക്കുള്ള കുത്തൊക്കെ മാറി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മളിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായി ചതച്ചെടുത്തിട്ട് വരണം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഈ ജീരകവും കുരുമുളകൊക്കെ ഒന്ന് പൊട്ടി നുറുങ്ങി വരണം. അപ്പോൾ നമ്മളിതാ തിളക്കാനായി വെച്ച വെള്ളം ചെറുതായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ പൊടികൾ പൊടിച്ചെടുത്തത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് ഒരു ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൽക്കണ്ടൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പനം ശർക്കര ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ല. അപ്പോൾ അതായത് ചെറുതായി തിളച്ച് വരുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ഒരു 7-8 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ വെള്ളം ഒന്ന് ചെറുതായി വറ്റി വരും വേണം. ഈ ഇതിളൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് തിളച്ചതിന് ശേഷം നമ്മളിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതാ ഒരു 7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ചെറുതായി വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ അതാ നമ്മുടെ ഇലകളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഞ്ചിയും ഇതിൻ്റെയൊക്കെ സത്ത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ കാപ്പിക്ക് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം. എന്നിട്ട് നമുക്കിതൊരു ചെറു ചൂട്, നമ്മളൊരു ചായയൊക്കെ കുടിക്കുന്ന ചൂടിൽ വേണവർക്ക് അങ്ങനെ കുടിക്കുക. അല്ല കുട്ടികൾക്കും ഒക്കെ ആണെന്ന് വെച്ചാൽ ഒരു ചെറു ചൂടിൽ തന്നെ കൊടുക്കണം കേട്ടോ. നല്ല ചൂടാറിയതിന് ശേഷം കൊടുക്കരുത്, പച്ചവെള്ളമാക്കി കൊടുക്കരുത്. ചെറു ചൂട് കൊടുക്കണേ. ഇത് 2-3 പ്രാവശ്യമായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമ, കഫക്കെട്ട്, പനിയെല്ലാം മാറിക്കിട്ടും. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.